അല്ല എന്താ പറയുക, ഇന്നലെ ഒരാൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഉണ്ട്, ഇന്ത്യക്കാരെ ഇറക്കിയിട്ട് അടുത്ത തരികിട നോക്കി കഴിഞ്ഞാൽ മക്കളെ നമ്മളൊരു തരികിടയും ജീവിത സേഫോ ഇവിടെ പണിയെടുത്തിട്ട് എനിക്ക് ഞാൻ എന്തെങ്കിലും തരികിട കാമോ എടുക്കേണ്ടെന്ന് തോന്നിക്കണം എപ്പോഴെങ്കിലും. ഞാനവിടെ 8 ഇഞ്ച് ഇടാനുള്ളത് ഫുള്ള് 8 ഇഞ്ച്, 8 ഇഞ്ച് ബീം വലുതാക്കാനുള്ളത് ഫുള്ള് ബീം. ആ ഒരു കല്ല് നിൽക്കുന്ന സ്ഥലത്ത് വരാൻ ഞങ്ങളിവിടെ ബീമാക്കിയിട്ട് അടിച്ചിട്ടുണ്ടോ മക്കളെ. ഈ ഒരു കല്ല് ഞങ്ങളിവിടെ ഉണ്ട് എന്നുള്ളത് കണക്കാക്കണേ ചെയ്യാം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, നിങ്ങൾ തരികിടാണോ തരികിട അല്ലേ എന്നുള്ളത്. ഈ ഒരു ഇതിവിടെ ഉണ്ടെന്ന് നമ്മൾ കണക്കാക്കിയിട്ട് പോലെ 5 കമ്പി ഇതിനിട്ടിട്ടുണ്ടോ കണ്ട, 5 കമ്പി ഇതിനിട്ടിട്ട് എന്ത് ചെയ്തിക്കണേ, ഇത് 8 ഇഞ്ചിലാണ് അടിച്ചിക്കണേ. എന്തിനാ മക്കളെ, നമുക്കിത് ലിൻഡൽ അടിച്ച് പോയാൽ പോരാ. സെൻറ്ററിൽ കെട്ട് ചെയ്യാൻ കേട്ടോ കണി, സെൻറ്ററിൽ കെട്ടുണ്ട്, ഇപ്പുറത്ത് കെട്ടുണ്ട്, അപ്പുറത്ത് കെട്ടുണ്ട്. എന്തിൻ്റെ പേരിലാണ് അപ്പുറത്ത് ഇപ്പുറത്ത് വയറിങ്ങേരം വെട്ടും എന്നുള്ളതിൻ്റെ പേരിലാണ് ഇവിടെ 8 ഇഞ്ച് ആക്കണം. വേറെ ഒന്നും ഇല്ല, അവിടെ ഒന്നും വരായി എനിക്ക് തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെ ആ ഒരു ജനവാതിൽ വെച്ചിട്ട് അതിന് തണ്ട ആ പല വണ്ടിയിൽ നിങ്ങൾ പൊന്തിക്കണേ, അതിന് 8 ഇഞ്ചാണ്. അതിന് 8 ഇഞ്ചല്ല അടിച്ചിക്കണേ, ഇതിന് 8 ഇഞ്ചല്ല അടിച്ചിക്കണേ കണ്ട. ഇതിൻ്റെ ഒക്കെ സെൻറ്ററിൽ കണ്ട ഒരു അഡീഷണൽ കമ്പി എടുത്തിക്കണേ, 12 കമ്പിയല്ല. നമുക്ക് എന്താ മക്കളെ, നമുക്ക് വേണേൽ ഇത് കുറച്ചിട്ടേണ്ടതാ. ഇത് ആരെ കാണല്, പ്രവാസിയാണ്, അയാൾ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കൽ പോലും ഇല്ല. ഒരു പീസ് 12 ചെയ്യാം, 4 10-ൻ്റെ കമ്പി, ഒരു 12-ൻ്റെ കമ്പി ഇതിലിട്ടുണ്ട്. അപ്പോൾ നോക്കണം ഇത് എത്ര അളവ്, ഇത് ആകെ എത്ര അളവുള്ളവരോ, എത്ര 2 മീറ്റർ. പിന്നെ നമ്മൾ എന്തിനാ മക്കളെ കള്ളത്തരം കാട്ടുക? നിങ്ങൾ വെറുതെ കമൻറ്റ് ബോക്സിൽ പറയുമ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കുന്നവരോ. നിങ്ങൾക്ക് ഈ പണിനെ പറ്റി അറിയും, സെമീർ കള്ളത്തരം കാട്ടിക്കുന്നത് അറിയാതെങ്കിലും വിചാരിച്ചാലോ, ചിലപ്പോൾ അറിയാതെ വിചാരിച്ചാലോ. നിങ്ങൾ ഇനി ഇത് കാണിച്ചറിയാം 8 ഇഞ്ച് ഇനി എന്നുള്ളത്. ഇത് ലിൻഡൽ റിംഗ് ആണ്, ഇപ്പം തന്നെ മനസ്സിലായിക്കോളൂ. ലിൻഡൽ റിങ് ഇത് ബീമിൻ്റെ 6 റിങ്ങാണ്. അപ്പോൾ കണ്ടങ്ങൾ ഈ 2 മീറ്ററാണ് വീതിയുള്ളത്. എന്നിട്ട് ഇങ്ങോട്ട് കയറ്റിയിട്ടിങ്ങനെ അങ്ങോട്ടും അതേപോലെ കയറ്റിയിട്ടുണ്ട്. ഞങ്ങൾ എന്തിനാ കള്ളത്തരം കാട്ടും മക്കളെ? ഇത് ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹ് കാണുന്നുണ്ട്, അല്ലാതെ ഞങ്ങൾക്ക് ഒരാളും പേടിയില്ല. നിങ്ങളിനിപ്പോൾ ഞങ്ങളോട് എന്ത് പറഞ്ഞിട്ട് കാര്യം. ഇനിയിപ്പോൾ ഈ സംശയം ഇവിടെ അവിടെ എന്താ റിങ്ങോട്ട് കയറാത്തതെന്ന് സംശയമുണ്ട്. അത് നമുക്ക് വാളുകൊണ്ട് എടുക്കാനുള്ള വാളാട്ടാ. ഇവിടത്തെ പോലെ തന്നെ അവിടെ കട്ടാക്കാളാട്ടോ, ആ സംഭവം അവിടെ കട്ടാക്കളണം. അതിന് സൈക്കിൾ എടുത്ത് പോയി തല കൂടണ്ട. അതേപോലെ തന്നെ സൺസൈഡ് കാര്യങ്ങൾ ഫുള്ള് എന്ത് ചെയ്തിരിക്കണം, ഒരേ അടുപ്പിച്ച് നല്ല സൂപ്പറാക്കിയിട്ട് കെട്ടിക്കിട്ടാ. 50-ൻ്റെ സൺസൈഡിൽ 4 കമ്പി വരുമ്പോൾ, റാക്കുമ്പോൾ 4 കമ്പി വരുമ്പോൾ മനസ്സിലാക്കാതെ എത്ര ഇഞ്ചിക്ക് കെട്ടിങ്ങനെ എത്ര അകലുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, ഈ പണിക്കാർക്ക് മനസ്സിലാവും മക്കൾ. അത് പണിക്കാർക്ക് എന്ത് ചെയ്യുക, തിരിച്ചറിയാൻ കഴിയും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതിൽ ഒരു കള്ളത്തരം നമ്മൾ ജീവിതത്തിൽ കാട്ടിയിട്ടില്ല. ഇപ്പോൾ ഇതിന് പില്ലറായാലും ശരി, പില്ലറിൻ്റെ കമ്പിയായാലും ശരി, നമ്മളെന്ത് ചെയ്തിരിക്കണേ, ഇത് നല്ല വീതിക്ക് അന്നേനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പണ്ട് പണിയെടുത്താണ്, 5 കൊല്ലം 4 കൊല്ലം മുന്നേ പണിയെടുത്താണ്. അന്നേനെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിന് 5 കൊല്ലം 4 കൊല്ലം മുന്നേ പണിയെടുത്തിട്ട് ഇതുണ്ടെങ്കിൽ ഒരു കമ്പി തുരുമ്പായിട്ടാണെങ്കിൽ അത് ഞങ്ങളെ മനസ്സിൻ്റെ റാഹത്താണത്. ഞങ്ങൾക്ക് ഉറപ്പാണ് ഒന്നും സംഭവിക്കില്ല എന്നുള്ളത്. 5 കൊല്ലം മുന്നേ പണിയെടുത്താണ്. ഇത് അതിൻ്റെ പൈപ്പാണ് ഈ കിടക്കുന്നത്, അതിൻ്റെ കച്ചറ പൈപ്പ്, അതിമിട്ട പൈപ്പാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളോട് നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയാണ് ആ സംഭവം കേട്ടോ. ഓക്കെ ഇൻഷാ അല്ലാഹ്. അതേപോലെ എന്നോടിപ്പോൾ എൻ്റെ സ്നേഹിതൻ ഈ സൈറ്റിൽ വന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, ഷമീറ ഈ പുറത്ത് കെട്ടിക്കുന്ന സംഭവം എന്താ വെച്ചാൽ ഷോവാളാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ പെരി കൊണ്ടുപോയിട്ട് എൻ്റെ പെരി ഷോവാൾ കെട്ടിയ കാണിച്ചു തരാനാണ് എൻ്റെ കൊണ്ട് ഇങ്ങനെ നിൽക്കണം വളഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ എന്താ ചെയ്തിരിക്കണേ, അടി കോൺക്രീറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ അടി കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ പെരിയിൽ ഒരു കല്ലട താത്തിയിട്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം എന്താ പറയുക, വിഷമം പറയാൻ കാരണം ഞാൻ ഓൻ്റെ വീട് പണി പറഞ്ഞ എത്ര 20,000 രൂപ മാറ്റത്തിനാണ് പണി മാറ്റി കൊടുത്തത്. 20,000 രൂപ മാറ്റത്തിന് പോരും. ഓനത് കേൾക്കുന്നുണ്ടാവുമല്ലോ വീഡിയോ. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കള്ളത്തരം ചെയ്യാതെ. അതേപോലെ തന്നെ ഈ ഒരു കല്ല് ഇവിടെ നിൽക്കണേ, അതും നമ്മൾ ബീമാക്കിയിട്ട് എന്ത് ചെയ്തിങ്ങനെ അടിച്ചിക്കണിട്ടാ. അത് നമ്മൾ ആ കല്ലുണ്ട് എന്ന് കണക്കാക്കണേ ഇല്ല, അവിടെ ആ കല്ലില്ല ശരിക്കും ഞങ്ങളെ കണക്കിന്. അതവിടെ വെറുതെ വെച്ച് അത് പൊളിച്ച് ഒഴിവാക്കണേ, പൊളിച്ച് ഒഴിവാക്കാം.